അമ്മായിയമ്മ ഒരു സ്ഥാനം അലങ്കരിക്കുന്നു. അടുത്തതായിട്ടുള്ളത് അമ്മായിയപ്പൻ. ഇല്ല, അതും ഇതുപോലെ തന്നെ 2 വാക്കുകളാണ്, അമ്മായി അപ്പൻ. അവരിലും ഉണ്ട്. എന്നാലും ഒരു 95% അമ്മായിയപ്പന്മാരും അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അച്ഛന്മാരും പൊതുവെ വലിയ പ്രശ്നക്കാരൊന്നും ആയിരിക്കില്ല. കാരണം വേറൊന്നുമല്ല, കാരണം ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ എൻ്റെ ഭാര്യ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞാനും കൂടെ എന്തിനാണ് എന്നുള്ളത്. കാരണം ചില വഴക്കുകളും ബഹളങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതെങ്ങനെയെങ്കിലും നിർത്തിയാൽ മതി എന്നത്. അപ്പോൾ സ്വയം അങ്ങോട്ട് ഒതുങ്ങും. ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ മനസ്സിൽ തോന്നിയാൽ എന്തിനാ ഇനി ഞാനും കൂടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് കരുതി ഒതുങ്ങുന്ന ആളുകളുണ്ട്. പക്ഷെ ചില സ്ഥലങ്ങളിൽ എന്താണ്, അമ്മായിമ്മ വലിയ പ്രശ്നം കാണത്തില്ല, പക്ഷെ അമ്മായിയപ്പന് അതിനും കൂടെ പ്രശ്നമില്ല. പട്ടാള ചിട്ടയും കുറേ അത് വേണ്ട ഇത് വേണ്ട അങ്ങനെ വേണം ഇങ്ങനെ വേണം, ഭയങ്കര പ്രശ്നമുണ്ടായിരിക്കും. ചിലയിടത്ത് മരുമകൾ വയ്ക്കുന്ന ആഹാരം കഴിക്കാൻ പോലും തയ്യാറാകാത്ത അമ്മായിയപ്പന്മാരുണ്ട്. എല്ലാവരും ഓരോ രീതിയിലല്ലോ, ഒരിടത്ത് അങ്ങനെയാണെങ്കിൽ ഒരിടത്ത് ഇങ്ങനെ എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ളിടത്ത് നമ്മൾ അമ്മായിയമ്മമാർ ഇത്തിരി മുൻപന്തിയിൽ നിൽക്കുന്നിടത്താണ് എങ്കിൽ നമുക്ക് ഒരു സ്നേഹം കൂടുതൽ കാണിക്കാൻ പറ്റിയിട്ടുള്ള ഒരാൾ കുഴപ്പമില്ല എന്ന് തോന്നിയാൽ അമ്മായിയപ്പനോട് നമുക്ക് അല്പം സ്നേഹമൊക്കെ കാണിക്കാം. ഇത് കാണുമ്പോൾ അവരുടെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പം തുടങ്ങും എന്താ പറയുക, അവളുമായിട്ട് ഭയങ്കര കമ്പനിയാണ് ഇപ്പോൾ, അവൾ പറയുന്നതേ കേൾക്കുള്ളൂ, എന്നെ ഇപ്പം വേണ്ട എന്നുള്ള രീതിയിൽ. മോശമായ രീതിയിലല്ല, നല്ല രീതിയിൽ തന്നെ അവർക്ക് എന്തോ ഒരു അകൽച്ച തോന്നും. അതെന്താ, അസൂയ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടാണ് കൂടുതലും. അതങ്ങനെ വെക്കോട്ടെ. പക്ഷെ നമുക്ക് ഒരു കാഴ്ചപ്പാട് കാണുമല്ലോ, സ്വന്തം ഭർത്താവിൻ്റെ അച്ഛനെ കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് കാണും. ആ കാഴ്ചപ്പാട് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ആ മനുഷ്യനോട് നല്ല രീതിയിൽ തന്നെ നമ്മൾ നിൽക്കണം. കാരണം ഒരു വീട്ടിൽ നമുക്ക് നിൽക്കുമ്പോൾ എല്ലാവരെയും ശത്രുക്കളാക്കുന്നത് ശരിയല്ലല്ലോ. ഒരാളെങ്കിലും നമുക്ക് സപ്പോർട്ടായിട്ട് ഉണ്ടാവേണ്ടതാണ്. പിന്നെ കാലം മാറും, പ്രായം കൂടും, ആവശ്യകതകൾ കൂടും. അപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും സോൾവായി വരും. എല്ലാം നിങ്ങളുടേതായിട്ടുള്ള രീതിയിലേക്ക് മാറും. നിങ്ങളുടെ മനസ്സിന് സമാധാനം വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും ഇതെന്ത് ചെയ്തു എന്നുള്ള തോന്നലുകളൊന്നും വേണ്ട.